ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കരാമയിൽ അടുത്തിടെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് നമ്മുടെ ഗ്രാൻഡ് എൻട്രി. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര പേര് പോലെ തന്നെ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഫുഡാണ്. നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരൊരു ടാബ് കൊണ്ടുതരും, മെനു ഒക്കെ അതിനകത്തുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളവിടെ ഇരുന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വെൽക്കം ഡ്രിങ്ക് വന്നത്. വെൽക്കം ഡ്രിങ്ക് നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്കാണ്. ഇപ്പോൾ ഇതൊരു വാട്ടർമെലൻ്റെ ആയിരുന്നു വെൽക്കം ഡ്രിങ്ക്. അതിൻ്റെ പ്രസൻറ്റേഷനാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനായിരുന്നു. ലൈക്ക് ടു ബി ഫ്രാങ്ക്, ഞാൻ ഇന്ന് വരെ വെൽക്കം ഡ്രിങ്ക് ഇങ്ങനൊരു പ്രസൻറ്റേഷനിൽ കണ്ടിട്ടില്ല. അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡിലേക്കൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു. എന്നിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെന്നു വെൽക്കം ഡ്രിങ്ക് എൻജോയ് ചെയ്ത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സൂപ്പ് വന്നത്. അപ്പോൾ ചൂടോട് സൂപ്പ് കൊണ്ടവർ വെച്ചു. അപ്പം ഞങ്ങൾ സൂപ്പ് കുടിക്കാൻ പോവുകയാണ്. ഞാൻ ഓർഡർ ചെയ്തത് ഒരു സീ ഫുഡിൻ്റെ ഒരു സൂപ്പായിരുന്നു. അപ്പോൾ പ്രോൺസ് ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ സുയിച്ചാൻ ഓർഡർ ചെയ്തത് നമ്മുടെ ഹോട്ട് ആൻഡ് സോർ സൂപ്പായിരുന്നു. അത് മാത്രമുള്ള സുയിച്ചാൻ മാത്രമുള്ളായിരുന്നു ഹോട്ട് ആൻഡ് സോർ ഓർഡർ ചെയ്തത്. ബാക്കി ഞാനും പപ്പയും ഒക്കെ സീ ഫുഡായിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മുടെ സൂപ്പ് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഓർഡർ ചെയ്ത് നമ്മുടെ ഡിഷസ് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവെക്കാൻ തുടങ്ങിയത്. അപ്പം ഈ ഒരു ഡിഷ്, നമ്മുടെ നൂഡിൽസൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഡിഷ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രസൻറ്റേഷനാണ് അവരുടെ എല്ലാ ഡിഷിനൊക്കെ നല്ല പ്രസൻറ്റേഷനാണ്. പിന്നെ ഇത് നമ്മുടെ മാംഗോ സലാഡായിരുന്നു, മാംഗോ ചില്ലി സലാഡ് എന്തോ. അപ്പം എനിക്ക് പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ എല്ലാം പേര് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ പേര് ഞാൻ അതിനകത്ത് എനിക്ക് ഓർമ്മ ഉള്ളതൊക്കെ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞ് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നമ്മുടെ ഫിഷിൻ്റെ ഒരു ഡിഷായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോന്നോരോ ഡിഷ് എടുത്ത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മെയിൻ കോഴ്സായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് പാലപ്പവും പിന്നെ നമ്മുടെ മീൻ കറിയാണ്. അതായിരുന്നു ഞങ്ങൾ മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ പിള്ളേർക്ക് പരോട്ട വേണം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഞങ്ങൾ പരോട്ട ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ നമ്മുടെ വൈറ്റ് സോസ് പാസ്തയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. David, how's the food? Is it good? What did you like the most? Everything? Deno, how is it? Good?
ലാസ്റ്റായിട്ട് നമ്മുടെ ഡെസേർട്ട് ഇത് എത്തി. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് മാംഗോ സ്റ്റിക്കി റൈസാണ്. അപ്പം അതവർ അതിൻ്റെ മണ്ടയ്ക്ക് ക്രീമൊക്കെ ഒഴിച്ചാണ് തരുന്നത്. അപ്പം അതും അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഫുഡൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ പ്രസൻറ്റേഷനൊക്കെ റെസ്റ്റോറൻറ്റ് പേര് പോലെ തന്നെ ഭയങ്കര ഗ്രാൻഡായിരുന്നു പ്രസൻറ്റേഷന്. പിന്നെ ജെന്യൂനായിട്ടുള്ളൊരു റിവ്യൂ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഒരു ലേശം കൂടുതലാണ്. ലൈക്ക് അവരുടെയൊക്കെ പ്രസൻറ്റേഷനും ഒക്കെ അതുപോലാണ്, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഒരു നോർമൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നതിനെക്കാട്ടിലും ഒരു ശകലം പ്രൈസ് ഇവിടെ കൂടുതൽ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതല്ലാതെ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. ശരിക്കും അവരുടെ പ്രസൻറ്റേഷനാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് 1 ടൈം വിസിറ്റ് ചെയ്യാവുന്നതാണ്. വരിക, ഫുഡ് എൻജോയ് ചെയ്യുക. നമുക്കെല്ലാവർക്കും വീണ്ടും അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും ബൈ.